വേറെ തള്ളണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ദൃശ്യത്തിനൊക്കെ നടത്തിയുണ്ട്. അടിപൊളി പടം. തുടർന്നുകൊണ്ടേയിരിക്കും. മാസാണ്, ക്ലാസ് ആണ്, ഫാമിലിയാണ്, സ്നേഹം. സംവിധായകൻ തരിമൂട്ട് സാർക്ക് ബിഗ് സല്യൂട്ട്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലാലേട്ടൻ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നു പറഞ്ഞല്ലേ, ഇതാണ് തിരിച്ചു വരവ്. പിന്നെ കുറെ ആൾക്കാർ സിനിമ ഹിറ്റാൻ വേണ്ടി തള്ളു പറയും. ഒരിക്കലും നിങ്ങൾ തള്ളാന്ന് വിചാരിക്കുന്നത് ഇതാണ് സിനിമ. നല്ല ഉഗ്രം ഞങ്ങൾ ഈ ഇതിനകത്ത് നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല കിടില മൂവി, മനസ്സറിഞ്ഞു പറയാണ്. നല്ല മൂവിയാണ്. എല്ലാവരും എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ത്രില്ലിംഗ് ആണ്, മാസാണ്, ക്ലാസ് ആണ്, ഫാമിലിയാണ്, സ്നേഹമാണ്. വേറെ തള്ളണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ദൃശ്യത്തിനൊക്കെ നടത്തിയുണ്ട്. അടിപൊളി പടം. അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പിക്ചറേ വന്നിട്ടില്ല. എന്റെ കൈ തന്നെ നിങ്ങൾ നോക്കിയേ, എന്റെ കൈ തന്നെ എല്ലാ സിനിമയും സൂപ്പർ. ഞാൻ വെറുതെ പറയുന്നല്ല, ഈ പടമില്ലേ അടിപൊളി പടം. ഈ പടം എന്ന് പറഞ്ഞാൽ നമ്പർ 1. ഇതുപോലത്തെ ഒരു പടം എന്റെ ചരിത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് അത്ര ഹിറ്റായി. ഇതൊരു 500 കോടിയിൽ ഈ പടം വീഴും, യാതൊരു സംശയമില്ല. അത്ര വെറുതെ പറയുന്നത്. ഇത് ഫാമിലിക്ക് ആർക്കും കാണാവുന്ന പടമാണ്. ഇത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികളെല്ലാം ഈ പടം കണ്ടിരിക്കും, യാതൊരു സംശയമില്ല. അടിപൊളി പടമാണ്. അത്ഭുതത്തിൽ അത്ഭുതമാണ് ഈ പടം. അടിപൊളി സംവിധായകൻ, ഇതിലെ CA ആയിട്ട് അഭിനയിക്കുന്ന അടിപൊളി CA ഓഫീസർ, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര സൂപ്പർ ആയിരിക്കും. നമുക്കേത് കണ്ണിക്കണിങ്ങനെ ഈച്ച വറുക്കുവാണ്. ഈച്ച ഇങ്ങനെ വരുവാണ്. അതുപോലെ രോമാഞ്ചം ഇങ്ങനെ. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, സത്യമായ കാര്യം. നിങ്ങൾ കണ്ടു കഴിയുമ്പോ മനസ്സിലാവും. അത്ര സൂപ്പർ. വേണം മകന് വേണ്ടി ചെയ്യേണ്ടത്. നല്ല രൂപത്തിൽ ഛായാഗ്രഹണമൊക്കെ നന്നായിട്ടുണ്ട്. നല്ല പടം കണ്ടിരിക്കുക. മോഹൻലാൽ സൂപ്പർ. ഒരു രക്ഷയില്ല. സൂപ്പർ. നല്ലോണം ഒരു രക്ഷയില്ല. തീ പടം. ഒരു 2.5 മണിക്കൂർ ഞാൻ പറയാം, ഞാൻ കാണാൻ പോണു. നല്ല അടിപ്പൻ. ഒന്നും പറയാനില്ല ബ്രോ, എന്തായാലും കണ്ടോക്ക്. എമ്പുരാൻ കണ്ടപ്പോ പോലും എനിക്ക് ഇത്രയും എഫക്ട് കിട്ടിയില്ല. അത്ര സീൻ പടം. ക്ഷീണം മാറി. പിന്നെ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തിരിച്ചു വന്നതെന്ന് തന്നെ പറയാം. ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യണ്ട, പക്ഷെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദൃശ്യം പോലെ ഒരു പടം.